ഹായ് ഓൾ, നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത് റൂൾസിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് എടുത്ത റൂൾസിൻ്റെ ബാക്കി പോർഷൻസാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലോസ് 26.3 സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് തമ്മിലുള്ള സ്പേസിംഗ്, അതായത് മെയിൻ ബാസ് തമ്മിലുള്ള സ്പേസിംഗ് എത്ര ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 26.3.1 ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് ക്ലോസ് the diameter of a round bar shall be its nominal diameter, and in the case of bars which are not round, or in the case of deformed bars or crimped bars, the diameter shall be taken as the diameter of a circle giving an equivalent effective area. അപ്പം ഒരു ബാറിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഇപ്പോൾ ഒരു റൗണ്ടായിട്ടുള്ള ബാറിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ തന്നെയാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള ബാർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സ്ക്വയറോ റെക്റ്റാങ്കിളറോ ആയിട്ടുള്ള ഏതെങ്കിലും ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഡീഫോംഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ബാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോമിനൽ ഡയമീറ്റർ, അതായത് നമ്മളെല്ലാ കാൽക്കുലേഷൻസും നമ്മൾ ചെയ്യുന്നത് ബാറിൻ്റെ ഡയമീറ്റർ എന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പം വേറെ ഷേപ്പിലുള്ളതാണെങ്കിൽ ഡയമീറ്റർ എടുക്കാനായിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇക്വേഷൻസിലൊക്കെ ഡയമീറ്ററിൻ്റെ ഇക്വേഷനിൽ വാല്യൂസ് വരുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബാർ ആണെങ്കിൽ ആ റെക്റ്റാങ്കുലർ ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണോ വരുന്നത്, ആ ക്രോസ് സെക്ഷണൽ ഏരിയ ഇക്വലൻ്റ് വരുന്ന രീതിയിൽ എത്ര ഡയമീറ്ററിൻ്റെ ബാർ കൊടുക്കണം, അല്ലെങ്കിൽ ആ റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ വരാനായിട്ട്, അല്ലെങ്കിൽ ആ റെക്റ്റാങ്കുലർ ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ഈക്വലായിട്ട് എത്ര ഡയമീറ്ററിലുള്ള ഒരു ബാർ കൊടുത്താലാണ് അതിൻ്റെ ഈ ഏരിയയ്ക്ക് ഈക്വലായിട്ട് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, വെയർ സ്പേസിംഗ് ലിമിറ്റേഷൻസ് ആൻഡ് മിനിമം കോൺക്രീറ്റ് കവർ ആർ ബേസ്ഡ് ഓൺ ബാർ ഡയമീറ്റർ, എ ഗ്രൂപ്പ് ഓഫ് ബാർസ് ബണ്ടിൽഡ് ഇൻ കോണ്ടാക്ട് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ ബാർ ഓഫ് ഡയമീറ്റർ ഡിറൈവ് ഫ്രം ദ ടോട്ടൽ ഇക്വലൻ്റ് ഏരിയ. ഓക്കെ, ഇപ്പം ബണ്ടിൽഡ് ബാർസിൻ്റെ കേസാണെങ്കിലും, ബണ്ടിൽ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2, 3, 4 ബാർസ് ഒന്നിച്ച് അല്ലേ ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ മെയിൻ ബാർസായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ സോണിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന ആ ഡയമീറ്റർ, നോമിനൽ ഡയമീറ്റർ, അല്ലെങ്കിൽ ഈ ഒരു ബണ്ടിൽഡ് ബാർസിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഇപ്പം എത്ര ബാർസ് ഒന്നിച്ചാണോ ബണ്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ 4 ബാർസ് ആണെങ്കിൽ ആ 4 ബാർസിൻ്റെയും കൂടി ടോട്ടൽ ഏരിയ എത്രയാണോ വരുന്നത്, ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൗണ്ട് ബാർ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഏരിയ വരുന്ന ഒരു റൗണ്ട് ബാർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും, ആ ഡയമീറ്ററാണ് നോമിനൽ ഡയമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ബണ്ടിൽഡ് ബാർസിൻ്റെ കേസിൽ. ഓക്കെ, ബണ്ടിൽ ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് സ്പേസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് വരുമ്പോഴൊക്കെയാണ് അല്ലേ. അതായത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്പേസിങ് കിട്ടാത്ത കേസിൽ വരുമ്പം, കാരണം ബാറ് നമുക്ക് അടുപ്പിച്ച് നിരത്തി കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിമം കുറച്ച് ഗ്യാപ്പുകളൊക്കെ വേണം അല്ലേ. അതായത് കോസ് അഗ്രിഗേറ്റും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കോമ്പാക്ഷനൊക്കെ ചെയ്യാനായിട്ടും, അതായത് കോസ് അഗ്രിഗേറ്റ് ഇറങ്ങാനും അതുപോലെ പ്രോപ്പറായിട്ട് കോമ്പാക്ഷനൊക്കെ ചെയ്യാനായിട്ടും മിനിമം ഒരു സ്പേസിങ് ബാറുകളുടെ ഇടയിൽ വേണം. അപ്പം നമ്മൾ സിംഗിൾ ബാറായിട്ട് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്പേസ് കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബണ്ടിൽഡ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ബണ്ടിൽഡ് ബാറിൻ്റെ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ ബണ്ടിൽഡ് ബാറിൻ്റെ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണോ വരുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏരിയ വരാനായിട്ട് എത്ര ഡയമീറ്റർ ബാർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഡയമീറ്റർ ആണ് നമ്മൾ നോമിനൽ ഡയമീറ്ററായിട്ട് എടുക്കുന്നത്. ഓക്കെ, ക്ലോസ് 26.3.2 മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ബാർസ്, അതായത് ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മെയിൻ ബാർസ് തമ്മിലുള്ള ആ മിനിമം ഇത്ര സ്പേസിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ഫോളോയിങ് ഷാൽ അപ്ലൈ ഫോർ സ്പേസിംഗ് ഓഫ് ബാർസ്. ഫസ്റ്റ് വൺ, the horizontal distance between 2 parallel main reinforcing bars shall usually be not less than the greatest of the following. അപ്പം ഇപ്പം മെയിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ താഴെ പറയുന്ന വാല്യൂസിൻ്റെ മാക്സിമം വരുന്ന വാല്യൂസിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം 3 കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻ പ്രകാരം എത്രയാണോ ആ സ്പേസിങ് കിട്ടുന്നത്, ആ സ്പേസിങ്ങിൽ വരുന്ന വലിയ വാല്യൂവിനേക്കാളും ഒരു കാരണവശാലും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ദ ഡയമീറ്റർ ഓഫ് ദ ബാർ ഇഫ് ദ ഡയമീറ്റേഴ്സ് ആർ ഈക്വൽ. അതായത് ഇപ്പോൾ ഒരു ബീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം 4 numbers of 20 mm ഡയമീറ്റർ ബാർസ്, അല്ലെങ്കിൽ 5 numbers of 20 mm ഡയമീറ്റർ ബാർസ്, അല്ലെങ്കിൽ 3 numbers അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ബാറുകൾ തമ്മിലുള്ള സ്പേസിങ്
ഓക്കെ, ഒരു കാരണവശാലും അതിൻ്റെ ഡയമീറ്ററിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 20 mm ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് ഒരു കാരണവശാലും 20 mm കുറയാൻ പാടില്ല. 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം സ്പേസിങ് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഒന്നാമത്തത്. ഡയമീറ്റർ ഓഫ് ദ ബാർ ഇഫ് ദ ഡയമീറ്റേഴ്സ് ആർ ഈക്വൽ. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാറുകളൊക്കെ ഈക്വൽ ഡയമീറ്റർ ഉള്ള ബാറാണെങ്കിൽ, ഇപ്പം 4 numbers of 20 mm ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 mm 4 ബാറുകളാണ്. അതായത് എല്ലാ ബാറിൻ്റെയും ഡയ സെയിം ആണ്, 20 ആണ് അല്ലേ. അങ്ങനെ വരുന്ന കേസിൽ ആ ബാറിൻ്റെ ഡയമീറ്ററിനേക്കാളും സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജർ ബാർ ഇഫ് ദ ഡയമീറ്റേഴ്സ് ആർ അൺഈക്വൽ. ഇപ്പോൾ അൺഈക്വൽ ഡയമീറ്റേഴ്സ് വരുന്ന കേസാണെങ്കിൽ, അതായത് ഇപ്പം ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ഇപ്പം 2 25 mm ഡയ ബാർസ് ആയിരിക്കും. 2 ഇപ്പോൾ 20 ആണെങ്കിൽ ഓക്കെ, അതിൽ ചെറുത് ഏതാ 20 ആണ് അല്ലേ. അപ്പോൾ അതിൽ ചെറുത് 20 ആണ്, വലുത് 25 ആണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ വന്നിരിക്കുന്ന ലാർജർ ബാറിൻ്റെ ഡയനേക്കാളും സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിൽ 25 mm സ്പേസിങ് കുറയാൻ പാടില്ല, മിനിമം 25 mm ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പം 2 സൈസിലുള്ള ബാർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സൈസിൽ ഏതാണോ വലിയ സൈസ് വരുന്നത്, ഏതാണോ വലിയ ഡയ വരുന്നത്, ആ ഡയമീറ്ററിനേക്കാളും സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തത് 5 mm മോർ ദാൻ ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് കോസ് അഗ്രിഗേറ്റ്. ഇപ്പോൾ നമ്മൾ ആ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ കോസ് അഗ്രിഗേറ്റിൻ്റെ നോമിനൽ സൈസിനേക്കാളും, അതായത് നോമിനൽ സൈസിനേക്കാളും 5 mm കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 20 mm അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്പേസിങ് 25 mm കുറയാൻ പാടില്ല, അതിനേക്കാളും 5 mm മോർ എടുക്കണം. 5 mm മോർ ദാൻ ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ കോസ് അഗ്രിഗേറ്റ്. നമ്മൾ അതിൽ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന കോസ് അഗ്രിഗേറ്റിൻ്റെ സൈസിനേക്കാളും +5 എടുക്കണം. ഓക്കെ, കോസ് അഗ്രിഗേറ്റിനേക്കാളും 5 mm കൂടുതൽ സ്പേസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസിൽ, ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ 3 വാല്യൂസിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം സെയിം ഡയമീറ്ററുള്ള ബാറാണെങ്കിൽ ആ വാല്യൂ, അതുപോലെ തന്നെ 5 mm മോർ ദാൻ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ കോസ് അഗ്രിഗേറ്റ്. ഇതിലേതാണോ വലുത് ആ വലിയ വാല്യൂവിനേക്കാളും സ്പേസിങ് ഒരിക്കലും കുറയാതെ ആയിരിക്കും നമ്മൾ ബാറുകളുടെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സിലാണെങ്കിൽ അതിലേതാണോ ലാർജർ ഡയമീറ്റർ വരുന്നത് ആ ഡയമീറ്റർ വാല്യൂ ഒന്ന് വെക്കും. രണ്ടാമത്തത് 5 mm മോർ ദാൻ ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ കോസ് അഗ്രിഗേറ്റ്. ഈ 2 വാല്യൂസിൽ ഏതാണോ വലിയ വാല്യൂ വരുന്നത് ആ വലിയ വാല്യൂവിൽ കുറയാതെ നമ്മൾ എന്ത് ചെയ്യും, സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതായത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ്ങിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഡസ് നോട്ട് പ്രിക്ലൂഡ് ദ യൂസ് ഓഫ് ലാർജർ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് ബിയോണ്ട് ദ കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെയിം മെമ്പർ. The size of aggregates may be reduced around congested reinforcement to comply with this provision. അതായത് ഇപ്പം കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ലാർജർ സൈസ് അഗ്രിഗേറ്റ് നമ്മൾ കൊടുക്കാറില്ല, നമുക്ക് അത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അതായത് കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പം ബീം കോളം ജംഗ്ഷനിലൊക്കെ വരുന്ന സമയത്ത് അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടുതലായിരിക്കും. അതായത് ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റും അവിടെ വരുന്ന മെയിൻ ബാസും കോളത്തിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമുക്കവിടെ ചിലപ്പം ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന കേസിൽ. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റിൻ്റെ സൈസ് കുറച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ആ ഒരു സ്ഥലങ്ങളിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അഗ്രിഗേറ്റിൻ്റെ സൈസ് കുറച്ച് പ്രൊവൈഡ് ചെയ്യാം. അതായത് ആ മാക്സിമം സൈസിനേക്കാളും കുറച്ചിട്ട് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കോഡിൽ പറഞ്ഞിരിക്കുന്നത്. ദ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് മേ ബി റെഡ്യൂസ്ഡ് അറൗണ്ട് കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ടു കംപ്ലൈ വിത്ത് ദിസ് പ്രൊവിഷൻ. അപ്പം കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞിരിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് നമുക്ക് കുറച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബി, ഗ്രേറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാൻ ദ മിനിമം സ്പെസിഫൈഡ് ഇൻ എ ഷുഡ് ബി പ്രൊവൈഡഡ് വെയർ എവർ പോസിബിൾ. ഇപ്പം മുന്നേ നമ്മൾ നോക്കിയപ്പം മിനിമം സ്പേസിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കിയില്ലേ, എങ്ങനെയാണ് മിനിമം സ്പേസിങ് എത്രയായിരിക്കണം എന്നുള്ള കേസ് നമ്മൾ നോക്കി. ആ കേസ് പ്രകാരം, അതായത് എയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എത്രയാണോ മിനിമം വരുന്നത് അതിനേക്കാളും കൂടുതൽ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ
കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മിനിമത്തിനേക്കാളും കൂടുതൽ എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ഗ്രേറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Okay. However, when needle vibrators are used, the horizontal distance between bars of a group may be reduced to 2/3 the nominal maximum size of the coarse aggregate, provided that sufficient space is left between groups of bars to enable the vibrator to be immersed. ഇപ്പം നീഡിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസാണെങ്കിൽ, ബാർ ഗ്രൂപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണെങ്കിൽ, അത് നോർമലി നമ്മൾ കൺസ്ട്രക്ഷനിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിൽ ബാർസ് ഗ്രൂപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതേപോലെ അവിടെ വൈബ്രേഷന് നമ്മൾ നീഡിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നോർമലി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഏതെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിൽ അങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലുള്ള ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് 2/3 ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് എത്രയാണോ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ 2/3, അതായത് ആ ഗ്രൂപ്പിലുള്ള ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് 2/3 ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് കോസ് അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസിൻ്റെ 2/3 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് സഫിഷ്യൻറ്റ് സ്പേസ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് ബാർസ് ടു എനേബിൾ ദ വൈബ്രേറ്റർ ടു ബി ഇമ്മേഴ്സ്ഡ്. എന്തായാലും ആ വൈബ്രേറ്റർ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് വൈബ്രേറ്റർ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഒരു ഗ്രൂപ്പിലുള്ള ബാറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോസ് അഗ്രിഗേറ്റിൻ്റെ 2/3 മാക്സിമം സൈസിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വരണം. നോർമൽ കൺസ്ട്രക്ഷനിൽ നമ്മൾ എവിടെയും ഇങ്ങനെ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നില്ല. ഇൻ കേസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവൈഡ് ചെയ്യാം, അതായത് 2/3 നമുക്ക്, അതായത് കോസ് അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസിൻ്റെ 2/3 നമുക്ക് ഗ്രൂപ്പിൽ വരുന്ന ബാറുകളുടെ സ്പേസിങ് ലിമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ മിനിമം സ്പേസിങ് അതായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞിരുന്നത് എവിടെയൊക്കെ നമുക്ക് മിനിമം സ്പേസിങ്ങിനേക്കാളും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് സ്പെഷ്യൽ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സി വേർ ദർ ആർ 2 or more rows of bars. അതായത് ഇപ്പം നമ്പർ ഓഫ് റോസ് ഉണ്ടെങ്കിൽ 2 or 3 റോസ് ആയിട്ടാണ് നമ്മൾ ടെൻഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ ആ ഓരോ റോ തമ്മിലും വെർട്ടിക്കലായിട്ടുള്ള സ്പേസിങ് ഉണ്ടാവും അല്ലേ. ദ ബാർസ് ഷാൽ ബി വെർട്ടിക്കലി ഇൻ ലൈൻ. അതായത് നമ്മൾ മേലെ കൊടുക്കുന്ന ഓരോ റോസിൽ വരുന്ന ബാറുകളും വെർട്ടിക്കലി ഇൻ ലൈനിലായിരിക്കണം. അതായത് താഴെ ഒരു ബാർ ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ മേലെ തന്നെ ആയിരിക്കണം അടുത്ത റോയിലുള്ള ബാർസ് വരേണ്ടത്. അടുത്ത റോയിൽ അതിൻ്റെ നേരെ മേലെ തന്നെ വരുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഷാൽ ബി വെർട്ടിക്കലി ഇൻ ലൈൻ ആൻഡ് ദ മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബാർസ് ഷാൽ ബി. അതായത് ആ ബാറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് ഹൊറിസോണ്ടൽ സ്പേസിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബാർസ് ആണ്. ഇത് വെർട്ടിക്കലി ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന് 15 mm, 15 mm കുറയാൻ പാടില്ല ഒരിക്കലും വെർട്ടിക്കലി ഉള്ള സ്പേസിങ്. രണ്ടാമത്തത് 2/3 ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ്. അതായത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസിൻ്റെ 2/3 കുറയാൻ പാടില്ല. ഓർ ദ മാക്സിമം സൈസ് ഓഫ് ദ ബാർ. ഇപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടെൻഷൻ ബാറിൻ്റെ മാക്സിമം സൈസിനേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ 3 കേസ് ഉണ്ട് ഇവിടെ. 15, 2/3 ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ്, മാക്സിമം സൈസ് ഓഫ് ദ ബാർ. ഈ 3 വാല്യൂയിൽ ഏതാണോ വലിയത് ആ വാല്യൂവിനേക്കാളും ഒരു കാരണവശാലും സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. വെർട്ടിക്കൽ സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്ന് 15 mm, രണ്ടാമത്തത് 2/3 ദ നോമിനൽ മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ്, മൂന്നാമത്തത് മാക്സിമം സൈസ് ഓഫ് ദ ബാർ. ഈ 3 വാല്യൂവിൽ ഏതാണോ വലിയ വാല്യൂ വരുന്നത് അതിനേക്കാളും മിനിമം സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബാർസിൻ്റെ കഴിഞ്ഞു, മിനിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെയും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെയും കഴിഞ്ഞു. ഇനി മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് ഇൻ ടെൻഷനാണ്. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, മാക്സിമം സ്പേസിങ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മാക്സിമം സ്പേസിങ് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, അതെത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അൺലെസ് ദ കാൽക്കുലേഷൻ ഓഫ് ക്രാക്ക് വിഡ്ത്ത് ഷോസ് ദാറ്റ് എ ഗ്രേറ്റർ സ്പേസിങ് ഈസ് അക്സെപ്റ്റബിൾ, ദ ഫോളോയിങ് rules shall be applied to flexure members
ഇൻ നോർമൽ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഓഫ് എക്സ്പോഷർ. അതായത് ഇപ്പോൾ നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പം നമുക്കവിടെ കൂടുതൽ സ്പേസിങ്, ബാറുകൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ സ്പേസിങ് അലോ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റർ സ്പേസിങ് മിനിമത്തിനേക്കാളും കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ സ്പേസിങ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ സ്പേസിങ് കൊടുക്കുക എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസിങ് കൊടുക്കാം. ഇല്ലാത്ത കേസിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന റൂൾസ് പ്രകാരം മാക്സിമം സ്പേസിങ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫ്ലെക്സറൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബീംസിൽ, ഓക്കെ, ബീംസിലും അതുപോലെ തന്നെ സ്ലാബ്സിലുമൊക്കെ ഈ പറയുന്ന റൂൾസ് പ്രകാരം വേണം മാക്സിമം സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ബീംസിൻ്റെ കേസാണ്. ഇപ്പോൾ നമുക്ക് ബീംസിൻ്റെ കേസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എ, ബീംസ്. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഓർ ഗ്രൂപ്പ്സ് നിയർ ദ ടെൻഷൻ ഫേസ് ഓഫ് ദ ബീം ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഗിവൺ ഇൻ ടേബിൾ 15. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ റീഇൻഫോഴ്സ്മെൻറ്റ്, പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ടെൻഷൻ സോണിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഗ്രൂപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ, അതായത് ഈ ടേബിൾ 15 കൊടുത്തിരിക്കുന്ന വാല്യൂവിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ദ അനാലിസിസ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വാല്യൂ, ഈ മാക്സിമം സ്പേസിങ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അതായത് FI വാല്യൂവിനെ നോക്കിയിട്ടും, രണ്ടാമത്തത് എമൗണ്ട് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ, എത്ര പെർസെൻറ്റേജ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് പോകണ്ട, ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കണ്ടിന്യൂസ് ബീമിലൊക്കെ ഇപ്പോൾ സപ്പോർട്ടിലേക്ക് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മിഡ് സ്പാനിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ഈ സപ്പോർട്ടിൽ വരുന്ന മൊമെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഈ സ്പാനിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതൊരു സ്പെഷ്യൽ കൺസെപ്റ്റാണ്, അത് സെപ്പറേറ്റ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് സപ്പോർട്ടിലുള്ള മൊമെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ത് ചെയ്യും, അതായത് സേഫായിട്ട് തന്നെ നിൽക്കുമ്പം തന്നെ ഒരു വാല്യൂ നമ്മൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ സ്പാനിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് എത്രയാണോ ഈ സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൂവ്മെൻറ്റിൽ കുറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് സ്പാനിൽ വരുന്ന ബെൻഡിങ് മൂവ്മെൻറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അനാലിസിസിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും, 10%, 20%, 30%, അങ്ങനെ ഒരു പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ ആ റീഡിസ്ട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ മാക്സിമം സ്പേസിങ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബാർസ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടേബിൾ 15 ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വരുന്നേ ഇല്ല. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ പെർസെൻറ്റേജ് =0 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം സ്പേസിങ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 0 ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് വാല്യൂസ് എടുക്കാം. ഇതാണ് ടേബിൾ 15, ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ്. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ കോളത്തിൽ FI Nm², ഓരോ ഗ്രേഡ് സ്റ്റീലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. 250 Nm², FI 250 Nm² വരുമ്പോൾ 415 വരുമ്പോൾ 500 വരുമ്പോൾ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിലുള്ള റോ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് റീഡിസ്ട്രിബ്യൂഷൻ ടു ഓർ ഫ്രം സെക്ഷൻ കൺസിഡേർഡ്, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മൊമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഇവിടെ -30, -15 0, +15 +30. ഓക്കെ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്. അപ്പം എത്രയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലിയർ ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിപ്പോൾ 0 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് പ്ലസും മൈനസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം അവിടെ വരുന്ന മൊമെൻറ്റിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേസിലെ മൊമെൻറ്റിൻ്റെ 30% കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ സെക്ഷനിലെ 30% മൈനസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അത് എന്ത് ചെയ്യും, മൈനസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസാണെങ്കിൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ മിഡ് സ്പാനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് നമുക്കവിടെ ക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ, റീഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല, 0% ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, FE 250 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അതായത് FI വാല്യൂ 250 Nm², അതായത് ഗ്രേഡ് FE 250 ആണെങ്കിൽ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് ഒരു കാരണവശാലും 300 mm കൂടാൻ പാടില്ല.
അതേപോലെ 415 ആണെങ്കിൽ 180 mm കൂടാൻ പാടില്ല. 500 ആണെങ്കിൽ 150 mm സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് ബാറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓരോ പെർസെൻറ്റേജ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വാല്യൂസിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പം 30% -30 ആണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന 250ക്ക് 215 mm കൂടാൻ പാടില്ല. 415 ആണെങ്കിൽ 125 mm കൂടാൻ പാടില്ല. 500 ആണെങ്കിൽ 105 കൂടാൻ പാടില്ല. ഇപ്പം നമുക്ക് 0 റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്കൊരു നോട്ട് കാണാം. The spacings given in the table are not applicable to members subjected to particularly aggressive environments unless in the calculation of moment of resistance. ഓക്കെ, അതായത് ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന സ്പേസിങ് അഗ്രസീവ് എൻവയൺമെൻറ്റിൽ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എക്സ്പോഷർ കണ്ടീഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന സ്പേസിങ് അതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അഗ്രസീവ് എൻവയൺമെൻറ്റ്സ് അൺലെസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം എപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻ്റെ സമയത്ത് FI വാല്യൂ ഇപ്പം 300 Nm²ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 500 വന്നപ്പോഴും 415 ഒക്കെ വന്ന സമയത്തും അത് 300 Nm²ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതേപോലെ തന്നെ ST, അതായത് ഇപ്പം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമുക്ക് FI വാല്യൂ ആണ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ST എന്നാണ് പറയുക. അപ്പോൾ ആ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ST വാല്യൂ 165 Nm²ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുള്ള കേസിലാണെങ്കിൽ നമുക്ക് ഈ ടേബിളിലുള്ള വാല്യൂസ് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണെങ്കിൽ FI വാല്യൂ 300 Nm² കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിളിലുള്ള വാല്യൂസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണെങ്കിൽ ST വാല്യൂ, അതായത് ഇപ്പം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, അതായത് ആ സ്റ്റീലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സാണ്. ഓക്കെ, ആ മാക്സിമം സ്ട്രെസ് ലിമിറ്റ് ചെയ്തിരിക്കുന്ന 165 Nm²ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ടേബിളിലുള്ള വാല്യൂസ് എടുക്കാം അഗ്രസീവ് എൻവയൺമെൻറ്റ്സിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അഗ്രസീവ് എൻവയൺമെൻറ്റ്സിൽ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. എടുക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷനിൽ FI വാല്യൂ 300 Nm²ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ, അതായത് മെയിനായിട്ട് കൊടുക്കുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഹൊറിസോണ്ടലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം സ്പേസിങ്ങും അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബാർസും അതുപോലെ തന്നെ മാക്സിമം സ്പേസിങ്ങിൻ്റെ കേസും ഒക്കെ ഒരു ബീമിൽ പ്രൊവൈഡ് ചെയ്യേണ്ട മാക്സിമം സ്പേസിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മെയിൻ ബാർസിൻ്റെ മാക്സിമം സ്പേസിങ്ങിൻ്റെ കേസും നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ക്ലോസ് 26.4 നോമിനൽ കവർ ടു റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഒരു ബീമിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റിൽ എങ്ങനെയാണ് കവർ കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 26.4.1 നോമിനൽ കവർ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ ക്ലിയർ കവർ എന്നുള്ളതും അതുപോലെ എഫക്റ്റീവ് കവർ എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം പുതുതായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നോമിനൽ കവറും ക്ലിയർ കവറും എഫക്റ്റീവ് കവറും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നോമിനൽ കവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലോഡ് മേലെയും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന്, ഓക്കെ, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അത് ബോട്ടത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പം ബോട്ടത്തിൽ നിന്ന് സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അതായത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിയർ കവർ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് മെയിൻ ബാറിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് സ്റ്റിറപ്പിൻ്റെ അകത്താണ് മെയിൻ ബാർസ് വരിക. ഓക്കെ, അപ്പോൾ ആ സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും ബോട്ടത്തിൽ നിന്ന് സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തോ അല്ല, പുറമേയുള്ള ആ പുറമേലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ സ്റ്റിറപ്പിൻ്റെ പുറമേലേക്ക് അല്ലെങ്കിൽ സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വരുന്നത് അതാണ് നോമിനൽ കവർ. എഫക്റ്റീവ് ക്ലിയർ കവർ എന്ന് പറയുന്നത് മെയിൻ ബാർ, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട്
പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് മെയിൻ ബാർ, അതായത് ടെൻഷൻ ബാറിൻ്റെ അല്ലെങ്കിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഏറ്റവും ബോട്ടത്തുനിന്ന്. ഓക്കെ, എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തുനിന്ന് മെയിൻ ബാസിൻ്റെ, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് കവർ. ഓക്കെ, എഫക്റ്റീവ് കവർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നോമിനൽ കവറും അതുപോലെ തന്നെ ക്ലിയർ കവറും എഫക്റ്റീവ് കവറും തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, നമ്മൾ കോഡിൽ എടുക്കുമ്പോൾ നോമിനൽ കവറിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ സിറപ്പിൻ്റെ ഡയയും അതുപോലെ തന്നെ മെയിൻ ബാറിൻ്റെ ഡയേൻ്റെ ഹാഫൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എഫക്റ്റീവ് കവറിലേക്ക് എത്തുക. ഓക്കെ, അപ്പം നോമിനൽ കവറിനെ കുറിച്ച് കോഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നോമിനൽ കവർ ഈസ് ദ ഡിസൈൻ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് കവർ ടു ഓൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻക്ലൂഡിങ് ലിങ്ക്സ്. അപ്പോൾ ഏതൊക്കെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ടോ അതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കവറാണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റിറപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണല്ലേ, അപ്പോൾ ആ സ്റ്റിറപ്പിന് കവർ ചെയ്തിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റിറപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കവറാണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഓക്കെ, എഫക്റ്റീവ് കവർ എടുക്കുമ്പം മെയിൻ ബാറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ക്ലിയർ കവർ എന്ന് പറയുമ്പോൾ മെയിൻ ബാറിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റിറപ്പ് ഉണ്ടെങ്കിൽ സ്റ്റിറപ്പാണ് ഏറ്റവും ഔട്ടറിൽ വരുന്നതെങ്കിൽ ആ ഏറ്റവും ബോട്ടത്തുനിന്ന് ആ സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ യൂസ്ഡ് ഇൻ ഡിസൈൻ ആൻഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡ്രോയിങ്സ്. ഇറ്റ് ഷാൽ ബി നോട്ട് ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. അപ്പോൾ ഈ നോമിനൽ കവർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ബാറിൻ്റെ ഡയനേക്കാളും കുറവാവില്ല, അങ്ങനെ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, 26.4.2 നോമിനൽ കവർ ടു മീറ്റ് ഡ്യൂറബിലിറ്റി റിക്വയർമെൻറ്റ്. അപ്പോൾ ഡ്യൂറബിലിറ്റി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ എക്സ്പോഷർ കണ്ടീഷൻ ഉണ്ട് അല്ലേ, എക്സ്പോഷർ കണ്ടീഷൻസ്, അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, അങ്ങനെ ഓരോ ടൈപ്പ് എക്സ്പോഷർ കണ്ടീഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഡ്യൂറബിളായിട്ട് ഒരു പർട്ടിക്കുലർ ബീം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റ് സ്ട്രക്ചർ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള നോമിനൽ കവേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മിനിമം വാല്യൂസ് ഫോർ ദ നോമിനൽ കവർ ഓഫ് നോർമൽ വെയ്റ്റ് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് വിച്ച് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ലിങ്ക്സ് depending on the condition of exposure described in 8.2.3 shall be as given in table 16. അപ്പം ക്ലോസ് 8.2.3ലാണ് വേരിയസ് എക്സ്പോഷർ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോമിനൽ കവർ എടുക്കുന്നത് ടേബിൾ 16നെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ടേബിൾ 16 നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് നോമിനൽ കവർ ഓരോ എക്സ്പോഷർ കണ്ടീഷനും എത്രയാണ് നോമിനൽ കവർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ടേബിൾ 16, നോമിനൽ കവർ ടു മീറ്റ് ഡ്യൂറബിലിറ്റി റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ടേബിൾ 16 എടുക്കുക. ടേബിൾ 16ൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആ ടേബിളിൽ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ നോമിനൽ കോൺക്രീറ്റ് കവർ ഇൻ mm നോട്ട് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ എക്സ്പോഷർ കണ്ടീഷൻസ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള നോമിനൽ കവർ. അപ്പോൾ നോമിനൽ കോൺക്രീറ്റ് കവർ ഇൻ mm നോട്ട് ലെസ് ദാൻ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാളും കുറയാതെ ഈ ഓരോ എക്സ്പോഷർ കണ്ടീഷനിലും നോമിനൽ കവർ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്റ്റിറപ്പിലേക്കുള്ള അല്ലെങ്കിൽ ആ ഏറ്റവും ഔട്ടറിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കവർ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസിനേക്കാളും ഓരോ എക്സ്പോഷർ കണ്ടീഷനിലും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ നോമിനൽ കവർ ഒരു കാരണവശാലും 20 mm കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ, ഇത് നോർമൽ കണ്ടീഷൻസിലാണ് ഇത് പറയുന്നത്, മോഡറേറ്റ് ഒരു കാരണവശാലും 30 mm കവറ് കുറച്ച് കൊടുക്കാൻ പാടില്ല, മിനിമം 30 എങ്കിലും അവിടെ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനിൽ നോമിനൽ കവർ ഉണ്ടായിരിക്കണം. അതേപോലെ സിവിയർ വരുമ്പോൾ നോമിനൽ കവർ 45 ആണ്. വെരി സിവിയർ കാറ്റഗറി വരുമ്പോൾ 50 mm ആണ്. ഓക്കെ, എക്സ്ട്രീം കണ്ടീഷനിൽ 75 mm മിനിമം കവർ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി കുറച്ച് നോട്ട്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് അപ് ടു 12 mm ഡയമീറ്റർ ബാർ ഫോർ മൈൽഡ് എക്സ്പോഷർ ദ നോമിനൽ കവർ മേ ബി റെഡ്യൂസ്ഡ് ബൈ 5 mm. ഓക്കെ, അതായത് ഇപ്പം മെയിനായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 12 mm അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ
ഓക്കെ 12 mm ഡയമീറ്റർ വരെയുള്ള മെയിൻ റീൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ, അതേപോലെ തന്നെ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ, അതായത് എൻവയറമെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ കണ്ടീഷൻ അത്ര പ്രശ്നമുള്ളതല്ല, ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡയമീറ്റർ 12 mm അതിൽ കുറവാണ് മെയിൻ ബാസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ നോമിനൽ കവർ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാളും 5 mm കുറയ്ക്കാം, 5 mm വരെ കുറയ്ക്കാമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം 20 കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 15 മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ. അതായത് 12 mm ഡയമീറ്റർ ബാറോ അല്ലെങ്കിൽ അതിൽ കുറവോ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ 20 mm എന്നുള്ളത് നമുക്ക് 15 mm നോമിനൽ കവർ എന്നുള്ള രീതിയിലേക്ക് കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ് ആക്ച്വൽ കോൺക്രീറ്റ് കവർ ഷുഡ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ റിക്വയർഡ് നോമിനൽ കവർ ബൈ +10 mm. അതായത് ഇപ്പം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കേസിൽ നോമിനൽ കവർ ഇത്ര എടുക്കണം എന്ന് പറഞ്ഞ് തന്നിട്ടില്ല, നമ്മളിപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ കണ്ടീഷനിലും പറഞ്ഞിരിക്കുന്ന കവറിനേക്കാളും +10 കൂട്ടി നമ്മൾ എടുക്കാൻ പാടില്ല, ആ +10ൻ്റെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ +10നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അതിൽ കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിട്ട് വാല്യൂ എടുക്കാൻ പാടില്ല. അതായത് ഇപ്പം മൈൽഡ് കണ്ടീഷൻ 20 mm ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 35 അല്ലെങ്കിൽ 30നേക്കാളും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൈൽഡ് കണ്ടീഷനിൽ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മോഡറേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ 40 mm കൂടുതൽ എടുക്കേണ്ട കേസില്ല. ഓക്കെ, അത് അതിൻ്റെ അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്താൽ മതി, 30ൻ്റെ അകത്ത് തന്നെ. ഇപ്പോൾ മോഡറേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ 30 to 40 ആ റേഞ്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. മിനിമം 30 mm ഉണ്ടായിരിക്കണം എന്നാണ് മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനിൽ. ഓക്കെ, അതേപോലെ ഓരോ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ചിട്ടും ആ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാളും +10നേക്കാളും +10, അതായത് ഇപ്പം 30 ആണ് പറഞ്ഞില്ലെങ്കിൽ 30 + 10 എന്ന് പറയുമ്പോൾ 40, അതിനേക്കാളും കൂടാൻ പാടില്ല. ഷുഡ് നോട്ട് ഡീവിയേറ്റ് ഫ്രം റിക്വയർഡ് നോമിനൽ കവർ ബൈ +10 mm. ഓക്കെ, third one, for exposure condition severe and very severe, reduction of 5 mm may be made where concrete grade is M35 and above. ഇപ്പോൾ സിവിയർ കണ്ടീഷൻ അതുപോലെ വെരി സിവിയർ ക്രൈറ്റീരിയ വരുന്ന കേസിലാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന കവറിൻ്റെ വാല്യൂവിനേക്കാളും 5 നമുക്ക് കുറച്ചെടുക്കാം. അതായത് ഇപ്പോൾ സിവിയർ 45 പ്രൊവൈഡ് ചെയ്യേണ്ട സ്ഥാനത്ത് 40 കൊടുക്കാം, വെരി സിവിയറിൽ 50 mm കവർ പ്രൊവൈഡ് ചെയ്യേണ്ട സ്ഥാനത്ത് നമുക്ക് 45 കൊടുക്കാം. ഏത് കേസിലാണ്? M35 അല്ലെങ്കിൽ അതിൽ കൂടിയതോ ആയിട്ടുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, M35 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഗ്രേഡുള്ള കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വെരി സിവിയർ കണ്ടീഷനിലും പറഞ്ഞിരിക്കുന്ന നോമിനൽ കവറിൻ്റെ വാല്യൂവിനേക്കാളും നമുക്കിപ്പോൾ 5 mm കുറച്ചെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അത് എടുക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം M35 കൂടുതൽ ഗ്രേഡുള്ള കോൺക്രീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സിവിയർ കണ്ടീഷനിൽ 40 mm ആണ് മിനിമം നമുക്ക് എടുക്കാം, 40 mm മിനിമം എടുക്കാനായിട്ട് പറ്റും. അതുപോലെ വെരി സിവിയർ കേസിൽ നോമിനൽ കവർ 45 mm കൊടുക്കാനും പറ്റും. ഓക്കെ, ക്ലോസ് 26.4.2.1. However, for a longitudinal reinforcing bar in a column, nominal cover shall in any case not be less than 40 mm or less than the diameter of such bar. അപ്പോൾ കോളത്തിൻ്റെ കേസിൽ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാസിന്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്ന കവർ ഒരു കാരണവശാലും 40 mm കുറയാൻ പാടില്ല. അതായത് നോമിനൽ കവർ മിനിമം എത്ര ഉണ്ടായിരിക്കണം? 40 mm, അല്ലെങ്കിൽ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡയമീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണോ വലിയ വാല്യൂ, ഡയമീറ്ററോ അതോ 40 mm ആണോ, ഏതാണോ ഇതിൽ വലുത്, ആ വാല്യൂവിനേക്കാളും ഒരു കാരണവശാലും നോമിനൽ കവർ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മിനിമം എന്തായാലും 40 mm ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ മെയിൻ ബാറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് കോളംസ് ഓഫ് മിനിമം ഡയമെൻഷൻ ഓഫ് 200 mm or under, whose reinforcing bar do not exceed 12 mm, a nominal cover of 25 mm may be used. ഇപ്പം കോളത്തിൻ്റെ ഡയമെൻഷൻ, ഓക്കെ, മിനിമം ഡയമെൻഷൻ 200 mm അല്ലെങ്കിൽ അതിൽ കുറവോ വരുന്ന ഡയമെൻഷൻ വരുന്ന ചെറിയ കോളംസ് ഒക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സിങ് ബാർ 12 mm കുറയാതെ 12 mm ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അതായത് 12 mm കൂടാതെ, ഓക്കെ, 12 mm ആണ് മിനിമം കോളത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ 12 mm തന്നെ മിനിമം ഡയ, കോളത്തിൽ ആവശ്യമായിട്ടുള്ള മിനിമം ഡയ മെയിൻ ബാറിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 12 mm പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആ കോളത്തിൻ്റെ ഡയമെൻഷൻ 200 mm
കൂടാത്ത കേസിലാണെങ്കിൽ ഓക്കെ 200 mm അല്ലെങ്കിൽ അതിൽ കുറവോ വരുന്ന കേസാണെങ്കിൽ നമുക്ക് നോമിനൽ കവർ 25 mm വരെ എടുക്കാം. നോമിനൽ കവർ 25 mm മേ ബി യൂസ്ഡ്. ഓക്കെ, ക്ലോസ് 26.4.2.2 ഫോർ ഫൂട്ടിങ്സ് മിനിമം കവർ ഷാൽ ബി 50 mm. ഫൂട്ടിങ്ങിൻ്റെ കേസിൽ മിനിമം കവർ 50 mm ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നോമിനൽ കവർ 50 mm ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം സോയിലുമായിട്ട് കോൺടാക്റ്റ് വരുന്നതാണ് ഫൂട്ടിങ്സ് അല്ലേ. അപ്പോൾ സോയിലിൽ എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഈ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കവർ മാക്സിമം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ മിനിമം കവർ ഫൂട്ടിങ്ങിൻ്റെ കേസിൽ 50 mm ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോമിനൽ കവർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡയമീറ്റർ ഓഫ് ദ ബാർ ഇൻ എനി കേസ്. അതായത് നോമിനൽ കവർ ഒരു കാരണവശാലും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാറിൻ്റെ ഡയനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മിനിമം ആ മെയിൻ ബാറിൻ്റെ ഡയ എത്രയാണോ ആ വാല്യൂ മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, ദ നോമിനൽ കവർ ഈസ് പ്രൊവൈഡഡ് ഇൻ RCC ഡിസൈൻ ഫോർ ദ ഫോളോയിങ് റീസൺ. അപ്പോൾ നോമിനൽ കവർ നമ്മൾ RCC ഡിസൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയാൻ പോകുന്ന റീസൺസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് ദ റീഇൻഫോഴ്സ്മെൻറ്റ് അഗെയിൻസ്റ്റ് കൊറോഷൻ. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് മോയ്സ്ചർ കണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിട്ടോ കോണ്ടാക്റ്റ് വന്നിട്ട് അത് കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത് ടു പ്രൊവൈഡ് കവർ എഗെയിൻസ്റ്റ് ഫയർ. അതായത് ഇപ്പം സ്റ്റീലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺക്രീറ്റിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ കവറിൻ്റെ അകത്ത് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ഇപ്പം ഫയറിനെതിരെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. അതായത് ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറവുള്ള സ്റ്റീല് ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി സ്റ്റീലിനേക്കാളും കൂടുതലുള്ള കോൺക്രീറ്റിൻ്റെ അകത്താണ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺക്രീറ്റ് എന്ത് ചെയ്യും, ഈ ഫയറിൽ നിന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ടു പ്രൊവൈഡ് കവർ എഗെയിൻസ്റ്റ് ഫയർ. ഓക്കെ, മൂന്നാമത്തത് ടു ഡെവലപ്പ് ദ സഫിഷ്യൻറ്റ് ബോണ്ട് സ്ട്രെങ്ത് അലോങ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്റ്റീൽ ബാർ. ഇപ്പോൾ നമ്മൾ ബോട്ടത്തിൽ കവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യം വരുന്നത് അവിടെ ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. പ്രോപ്പർ കവറിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് ആ സ്റ്റീലും അതുപോലെ തന്നെ കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്, ഇത് തമ്മിലുള്ള ബോണ്ടിങ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെങ്ത് അത് കുറവായിരിക്കും. കാരണം സഫിഷ്യൻറ്റ് ബോണ്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ കോണ്ടാക്ട് സർഫസ് ഏരിയ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം പ്രോപ്പർ കവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് സർഫസ് ഏരിയ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതായത് കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും. അതെന്ത് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള ബോണ്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ടു ഡെവലപ്പ് ദ സഫിഷ്യൻറ്റ് ബോണ്ട് സ്ട്രെങ്ത് അലോങ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്റ്റീൽ ബാർ. നെക്സ്റ്റ് റൂൾ, കർട്ടെയിൽമെൻറ്റ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, കർട്ടെയിൽമെൻറ്റിൻ്റെ കേസ് നമ്മൾ മൊഡ്യൂൾ 2 പഠിച്ചതാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് കർട്ടെയിൽമെൻറ്റിൻ്റെ റൂൾസിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നോട്ട്, റെഫർ ദ ക്ലാസ്സസ് ഇൻ മൊഡ്യൂൾ 2 ഫോർ ദ റൂൾസ് റിഗാർഡിംഗ് ദ കർട്ടെയിൽമെൻറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ക്ലോസ് 26.2.3 തൊട്ടിട്ടുള്ള ക്ലോസുകളിലാണ് കർട്ടെയിൽമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അത് മൊഡ്യൂൾ 2 ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂൾസൊക്കെ നമ്മൾ കർട്ടെയിൽ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ റൂൾസ് വരുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഓക്കെ, ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും റൂൾസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.